അതിനുശേഷം എന്ന് ഇംഗ്ലീഷിൽ പറയാൻ ഒരു വാക്കല്ല കേട്ടോ ഉള്ളത്. അത് നിങ്ങൾ ഓർക്കുക. ഒരു വാക്ക് മറന്നു പോയാലും നമുക്ക് അടുത്ത വാക്ക് എടുക്കാം. അതായത് ഒന്നുകിൽ നമുക്ക് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ആഫ്റ്റർ വേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ദെൻ, നെക്സ്റ്റ്, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. I woke up at 6 a.m. After that, I brushed my teeth. അതിനുശേഷം ഞാൻ പല്ല് തേച്ചു. I washed rice. Next, I cooked it. ഞാൻ അരി കഴുകി പിന്നെ ഞാൻ അത് കുക്ക് ചെയ്തു. I finished all work. Afterwards, I watched TV. അതിനുശേഷം ഞാൻ TV കണ്ടു. I visited supermarket. Then, ബാക്കി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം കേട്ടോ. അപ്പോ അതിനുശേഷം എന്ന് നമുക്ക് പറയാൻ ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുന്ന ഒരേ ഒരു വാക്ക് മാത്രമല്ല, നമുക്ക് ദെൻ ഉപയോഗിക്കാം, നെക്സ്റ്റ് ഉപയോഗിക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തതായി. ദെൻ ഉപയോഗിക്കാം, നെക്സ്റ്റ് ഉപയോഗിക്കാം, ആഫ്റ്റർ വേർഡ് ഉപയോഗിക്കാം, ആഫ്റ്റർ വേർഡ്, ആഫ്റ്റർ ദാറ്റ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനി തൊട്ട് എല്ലാ ദിവസവും 9 മണി 9:30 നിങ്ങളുടെ ഫോണിലോട്ട് എത്തുന്നതാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ബൈ ബൈ.